അഡ്വക്കേറ്റ് പ്രേംരാജൻ പറഞ്ഞു നിർത്തിയ ആ അദൃശ്യ ശക്തികളിലേക്ക് നമുക്കൊന്ന് പോകണം. ആ അദൃശ്യ ശക്തികൾ ഏതാണെന്ന് കേരളത്തിന് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. അതിനു മുൻപായി എസ് ശ്രീജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളോട് നടത്തിയ ആ ഫോൺ സംഭാഷണത്തിൻ്റെ അതൊന്ന് നമുക്ക് കേട്ടുവരാം. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേട്ടുവരാം. കാരണം SDPIയുമായി ബന്ധപ്പെട്ട ഒരാൾ ഫോണിൽ വിളിച്ച് ഈ കേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഫോൺ സംഭാഷണമാണ്. അതൊന്ന് കേട്ട് വന്നതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. കുട്ടി പറഞ്ഞ പല ദിവസങ്ങളിലും പീഡിപ്പിച്ചത് ആദ്യം പറഞ്ഞത് 15-ാം തീയതിക്ക് മുമ്പ് മാഷ് പീഡിപ്പിച്ചതാണ്. ജനുവരി മാസത്തിലെ 2ാമത്തെ ആഴ്ച 15-ാം തീയതിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 4-നും 14-നും ഇടയ്ക്ക്. അപ്പൊ ഈ ദിവസത്തിൽ മാഷ് അവിടെ ഉണ്ടാവണ്ടേ? മാഷ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതിന് ചാർജ് കൊടുക്കാൻ പറ്റുക? നിങ്ങൾ അന്വേഷിച്ചോ? ബാത്റൂമിനകത്ത് കയറിയിട്ടാണ് കേട്ടിട്ടുണ്ടല്ലോ. ബാത്റൂമിനകത്ത് കയറുന്നത് രാവിലെ 11:30-നും 11:40-നും ഇടയ്ക്കാണെന്നാണ് കുട്ടി പറയുന്നത്. ബ്രേക്കിന്റെ സമയം. ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിലിൽ മുട്ടുന്നു. കുട്ടി കുറ്റിയെടുക്കുന്നു. ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറ്റിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. അപ്പൊ 5 കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് ഒരു കുട്ടി പിടിച്ചു നിന്നിട്ടാണ് മറ്റു 4 കുട്ടികൾ ബാത്റൂമിൽ പോവുക. അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം. അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമായി കേട്ടല്ലോ. അടുത്ത കാര്യം, മാഷ് ബാത്റൂമിനകത്ത് കയറി ഷോൾ കൊണ്ട് കുട്ടിയുടെ കൈ ബന്ധിച്ചു. കുട്ടിയുടെ വഴിയാണ്, ഞാൻ പറയുന്നതല്ല. എന്നതിന് ശേഷം മാഷിന്റെ മുണ്ടുരിഞ്ഞിട്ട് കുട്ടിയുടെ വാ മൂടിക്കെട്ടി. എന്നിട്ട് കുട്ടിയുടെ നഗ്ന ചിത്രം എടുത്തിട്ട് കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഫോണിൽ. അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു, ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നു കളയുന്നു നോക്കി മാഷ് ഇറങ്ങിപ്പോയി. അപ്പൊ മാഷ് മുണ്ട് എവിടെയാ? മുണ്ടൂരിട്ടുണ്ടാവല്ലോ. മുണ്ടൂരിയിട്ടും കുട്ടിയുടെ മുഖത്ത് കെട്ടിയിരിക്കുകയാണ്. മനസ്സിലാക്കണം. എന്നിട്ട് ആവശ്യ നിർവഹണത്തിന് ശേഷം മുണ്ടൂരിട്ടുണ്ടാവല്ലോ. മുണ്ടൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. മുണ്ടൂരിയിട്ടില്ല. കുട്ടിയാണ് പിന്നെ വളരെ കഷ്ടപ്പെട്ട് മുണ്ടൂരുന്നത് കുട്ടിയുടെ മൊഴിപ്രകാരേ എന്ന് പറഞ്ഞ മാഷ് ഇറങ്ങി പോയപ്പോ മുണ്ടില്ലാതെ പോയിന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെറിയ 4ാം ക്ലാസ്സിലെ കുട്ടി പറയും, നമുക്കിത് മനസ്സിലാക്കി കൊടുക്കാറേ. നോക്ക് സുഹൃത്തെ, ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം, 5 കാര്യം മനസ്സിലാക്കാം. നീ കേൾക്കൂ. കുട്ടി പറഞ്ഞ അടുത്ത കാര്യം, ഈ കുട്ടി ഫോട്ടോ എടുത്ത് ഉമ്മയ്ക്ക് അയച്ചു എന്ന് പറയുന്നത് തെറ്റി പറയുന്നതല്ലോ. അപ്പൊ ഈ കുട്ടിയുടെ ഫോൺ, ഈ മാഷ ഫോണിലോ ഉമ്മയുടെ ഫോണിലോ ഈ ഫോട്ടോ കാണണ്ടേ? ഞങ്ങൾ നോക്കുമ്പോ ഡിലീറ്റ് ചെയ്താൽ പോലും സാറേ. ഡിലീറ്റ് ചെയ്താൽ കാണില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. തെറ്റായ ധാരണ അത്. ഏതോ എന്ത് ഡിലീറ്റ് ചെയ്താലും ഞങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ശ്രീ ഹാഷിം അലിയിൽ, ഇതാണ് അന്നത്തെ IG ആയിരുന്ന, ഇന്ന് DGP പോസ്റ്റിലേക്ക് ഉയർത്തപ്പെട്ട ശ്രീജിത്തിന്റെ വാക്കുകൾ. ഇനിയൊന്ന് പറയൂ, ഇതിൽ എവിടെയാണ്, എന്താണ് നടന്നിട്ടുള്ളതെന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ വളരെ കൃത്യമാണ്. അഡ്വക്കേറ്റ് പറഞ്ഞ ആ അദൃശ്യ ശക്തികൾ ഇവിടെ ഈ കേസിന്റെ പുറകെ ഇങ്ങനെ നടന്ന് ഉദ്യോഗസ്ഥരെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന ദിനങ്ങളാണ് ആ കാലയളവിൽ മുഴുവൻ ഉണ്ടായത്. പറയൂ. ഇവിടെ ഇന്ത്യയിൽ എവിടെയും നമ്മൾ സാധാരണ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഉദ്യോഗ തലത്തിലും മറ്റു ഭരണതലത്തിലും ഒക്കെയുള്ള പല വിധത്തിലുള്ള അനീതിയും നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കേസ് ഉയർന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്ന ഒരു ചർച്ചയും ആലോചനയും വരാതിരിക്കില്ല. ഉറപ്പായിട്ടും വരും. ഇവിടെ ലോക്കൽ പോലീസ് തൊട്ട് മേൽപോട്ടുള്ളവരൊക്കെയും വലിയ സ്വരത്തിൽ ആ കുട്ടി പറയുന്നത് കളവാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കാവുന്നത് ആ കുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുക എന്നതാണ്. ആ നിലക്ക് ആ കുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമല്ലാതെ മറ്റൊന്നും ഇവിടെ നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ പത്മനാഭ മാഷ പോലെയുള്ള ആള് മാത്രല്ലല്ലോ. ആ കുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ ആ കുട്ടി പറയുന്ന മൊഴികളുമായി ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇപ്പോൾ ആ ശ്രീജിത്ത് ആ സംഭാഷണത്തിലുടനീളം പറയുന്നുണ്ട് ശ്രീജിത്ത്, ആ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ആ കുട്ടി പറയുന്ന മൊഴികളുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അകത്താക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 127 പൊരുത്തക്കേടുകളാണ് ആ കുട്ടിയുടെ മൊഴിയിലുള്ളത്. ഇത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അതെ, ഓക്കെ, മനസ്സിലായി. ഈ പറയുന്ന ശ്രീജിത്ത് സാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അന്ന് ഇവിടെ പൊങ്ങി വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അദ്ദേഹത്തെ സേനയുടെ തലപ്പത്ത് വെച്ചിരിക്കുന്ന ഭരണകൂടത്തിൽ മന്ത്രി ആയിരിക്കുന്ന ഒരാൾ പരസ്യമായി അന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടി അദ്ദേഹം മാഷെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് ഇവിടുത്തെ
നിങ്ങൾ പറയുന്ന രൂപത്തിലുള്ള SDPI പോലെയുള്ള സംഘടനയൊന്നല്ല. അത് പരസ്യമായി പറഞ്ഞത് ഇന്ന് ഭരണ തലപ്പത്തുള്ള മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പബ്ലിക് ഹാൻഡിൽ നമുക്ക് അതൊക്കെ കിട്ടാവുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും സംശയിക്കാമല്ലോ, താഴെ തൊട്ട് തലം തൊട്ട് മേലെ. അതായത് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജിയെ കുറിച്ചല്ലേ അങ്ങ് പറയുന്നത്? ആ KM ഷാജിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ് ശ്രീ ഹാഷിം അരിയിൽ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം തന്നെ ഉള്ള ഒരു മന്ത്രിസഭയുടെ നിശ്ചയിക്കപ്പെട്ട തലപ്പത്തേക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉന്നതനായ പോലീസ് അധികാരിയായിട്ട് അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സംശയിക്കാലോ ഇത് സ്വാധീനത്തിന് വഴങ്ങുന്ന ഒരാളാണോ അദ്ദേഹം എന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. നേരത്തെ ഇവിടെ പറഞ്ഞു ജഡ്ജ് ഒരു വിധിന്യായം, ഞാൻ ഈ കോടതി വ്യവഹാരങ്ങൾ ഡിവൈഎസ്പി അബ്ദുൾ റഹീം സ്വാധീനത്തിന് വഴങ്ങുന്ന ആളാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ആകാമല്ലോ, എന്തുകൊണ്ടായിക്കൂടെ? ഇപ്പൊ നിങ്ങൾ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, പൂരം തൃശ്ശൂർ പൂരം അത് ഉദ്യോഗസ്ഥ തലത്തിൽ കലക്കിയതാണെന്ന് പറയുന്നുണ്ട്, ചിലർ സ്വാധീനത്തിൽ വഴങ്ങിയിട്ട്. ഇവിടെ അങ്ങനെ പറയപ്പെടുന്ന പലതുമില്ല. ഇപ്പൊ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ജ്വല്ലറി കവർച്ച കേസിൽ ഇടപെട്ടെന്ന് ഇവിടെ ഒരു അഡ്വക്കേറ്റ് തന്നെയല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നിയമ സംവിധാനങ്ങളിൽ കൂടുതൽ ഇവിടുത്തെ ലോ പരമായിട്ട് കൂടുതൽ വിവരമുള്ള ഒരാളല്ല, ഒരു സാധാരണക്കാരനാണ് ഞാൻ. എന്റെ സംശയങ്ങളിൽ ഒന്ന്, നേരത്തെ ഇവിടെ പറഞ്ഞു പെട്ടെന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു ജഡ്ജി വരുന്നു, മറ്റേയാളെ സ്ഥലം മാറ്റുന്നു. അവിടെ അങ്ങനെയാണെങ്കിൽ ഈ ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നത് ആരാണ്? ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നത് ഭരണ സംവിധാനത്തിലല്ലല്ലോ, അതിന് കോടതി സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ആ കോടതി സംവിധാനത്തിൽ ഒരു ജഡ്ജിയെ, ഈ വിധി പറയേണ്ടുന്ന ജഡ്ജിയെ ആരാണ് മാറ്റിയിരിക്കുന്നത്? രണ്ടാമത്, ഒരു ദിവസം കയറിയെന്ന് അതുവരെ ഓടിച്ചെടുത്തുനിന്ന് അങ്ങോട്ടേക്ക് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ പോലെ പെട്ടെന്ന് അങ്ങ് കയറിയിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിധി പറയാൻ പറ്റുന്നതാണോ കോടതി സംവിധാനം? അങ്ങനെയാണെങ്കിൽ എത്ര വലിയ പാളിച്ചയിലാണ്. പകരം അതിവേഗ കോടതിയിൽ നടന്നത് ആ പ്രോസസ്സാണ്, അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ശ്രീ ഹാഷിം അരിയിൽ. അങ്ങനെ പറയാൻ കഴിയില്ല ആർക്കും. ഇവിടെ ബഹുമാനപ്പെട്ട കോടതി ജുഡീഷ്യറി സംവിധാനം, ഇന്ത്യയുടെ ജുഡീഷ്യറി സംവിധാനം ഒരു പരിധി വരെ നമ്മൾ കണക്കൂട്ടേണ്ട, സ്വാധീനങ്ങൾക്ക് വിധേയമാകുന്നവരില്ല എന്നല്ല, ഒരു പരിധി വരെ ജുഡീഷ്യറി സംവിധാനം, പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും ഒരു പരിധി വരെ അതിന്റെ ക്ലിയറിൽ പോകുന്ന ഒരു സ്ഥലമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയിലൊട്ടാകെ ഒരു പരിധി വരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഇന്ന് കോടതിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കോടതി സംവിധാനത്തിൽ ഒരു ജഡ്ജി വന്നിട്ട് ഒരു അധ്യാപകനെതിരെ ഒരു പ്രതിക്കെതിരെ പെട്ടെന്നൊരു കേസ് വിധിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അത് മാത്രമല്ല, ഇവിടെ അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞു 3 പ്രാവശ്യം അദ്ദേഹം ടൈം എടുത്തിട്ടുണ്ട്, കേസ് മാറ്റിവെക്കുന്നുണ്ട്. ഈ 3 പ്രാവശ്യം കേസ് മാറ്റിവെക്കുന്ന പ്രമാദമായ ഒരു വിഷയം വരുമ്പോ ആ വിഷയത്തെ പഠിക്കാനുള്ള സമയം അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് അവിടെയും കാണുന്നത്. അത് ഉപയോഗിച്ചതിന് ശേഷമാണ് അദ്ദേഹം തലശ്ശേരി കോടതിയിൽ വിധി പറയുന്നത്. ആ വിധി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ പറയുന്ന ഈ പോലീസ് സേനയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എതിരായി നിന്നതിൽ ഒരേ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്രമാത്രം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കേസ് മെനയാൻ സാധിക്കുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അവിടെയാണ് നമ്മൾ പറയുന്നത് എല്ലാ തലത്തിലുള്ള സംവിധാനങ്ങളെയും സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ആ ശ്രമം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്.